മികച്ച സിനിമകളിലൂടെയും അഭിനയ പ്രകടനങ്ങളിലൂടെയും 1000 കോടി നേടിയ ചിത്രങ്ങളുൾപ്പെടെ വലിയ വിജയങ്ങളാണ് അമീർ ഖാന് സ്വന്തമായുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് സിനിമകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ അമീർ അഭിനയത്തിൽ നിന്ന് ചെറിയ ഇടവേള എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ സിതാരെ സമീൻ പർ എന്ന സിനിമയിലൂടെ അമീർ തിരിച്ചെത്തുകയാണ്. സിനിമയുടെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴത്തെ ട്രെയിലർ റിലീസിന് പിന്നാലെ അമീർ ഖാന് നേരെ വിമർശനങ്ങളും ഉയരുകയാണ്. സിതാരെ സമീൻ പർ സ്പാനിഷ് ചിത്രമായ ചാമ്പ്യൻസിന്റെ റീമേക്കാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും ആരാധകരും. ചിത്രം സ്പാനിഷ് ചിത്രത്തിന്റെ സീൻ ബൈ സീൻ കോപ്പിയാണെന്നും ഒരു മാറ്റവുമില്ലാതെയാണ് അമീർ ഖാൻ ഹിന്ദിയിലേക്ക് ചിത്രം എടുത്തിരിക്കുന്നതുമെന്നുമാണ് വിമർശനങ്ങൾ. ലാൽ സിംഗ് ചദ്ദ പരാജയപ്പെട്ടിട്ടും അമീർ ഖാനെ പോലെ ഒരു നടൻ എന്തിനാണ് വീണ്ടും റീമേക്കുകൾക്ക് പിന്നാലെ പോകുന്നതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ഫ്രീയായി ഹോട്ട്സ്റ്റാറിലുണ്ടെന്നും പിന്നെ എന്തിനാണ് പ്രേക്ഷകർ വലിയ തുക കൊടുത്ത് റീമേക്ക് തിയേറ്ററിൽ കാണുന്നതെന്നും കമന്റുകളുണ്ട്. അതേസമയം നല്ല അഭിപ്രായങ്ങളും ട്രെയിലറിന് ലഭിക്കുന്നുണ്ട്. അമീർ ഖാന്റെ തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ പ്രതീക്ഷിക്കാമെന്നും ട്രെയിലറിൽ നടൻ തകർത്തിട്ടുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. എല്ലാവരും ആക്ഷൻ, വയലൻസ് സിനിമകളുടെ പിന്നാലെ പോകുമ്പോൾ ഒരു സിമ്പിൾ ഫീൽ ഗുഡ് ഡ്രാമയിലൂടെ എങ്ങനെ ഹിറ്റടിക്കാമെന്ന് അമീർ ഖാൻ കാണിച്ചു തരുമെന്നും ഒരു ആരാധകൻ പറയുന്നു. ജൂൺ 20-ന് ലോകമെമ്പാടും ചിത്രം റിലീസ് ചെയ്യും. ശുഭ്മംഗൽ സാവധാൻ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ RS പ്രസന്നയാണ് സംവിധാനം ചെയ്യുന്നത്. ദിവ്യനിധി ശർമ്മയാണ് തിരക്കഥയൊരുക്കുന്നത്. ചിത്രം നിർമ്മിക്കുന്നത് അമീർ ഖാനും അപർണ പുരോഹിതും ചേർന്നാണ്. ചിത്രത്തിൽ ജനീലയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന അമീർ ഖാൻ ചിത്രത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ലാൽ സിംഗ് ചദ്ദയായിരുന്നു അവസാനമായി അമീർ ഖാന്റെ തിയേറ്ററിലെത്തിയ ചിത്രം. എന്നാൽ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വേണ്ടവിധം പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.